Welcome, my dear teachers. Moodle പ്ലാറ്റ്ഫോമിൽ സ്റ്റുഡൻസിന് അസൈൻമെൻറ്റ് എങ്ങനെ അലോട്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോ ത്രൂ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എഡിറ്റ് മോഡിൽ ആഡ് ആക്ടിവിറ്റി റിസോഴ്സ് എന്ന് പറയുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യാം. അപ്പം നമുക്ക് കാണാം ആക്ടിവിറ്റീൻ്റെ അണ്ടറിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഓക്കെ, അതിൽ ആദ്യത്തെ ഓപ്ഷനാണ് അസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. നമുക്ക് അസൈൻമെൻറ്റ് സെലക്ട് ചെയ്തിട്ട് അത് ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു പുതിയ വിൻഡോ കാണാം. ഈ വിൻഡോയിൽ നമുക്ക് അസൈൻമെൻറ്റ് നെയിമും അതേമാതിരി അസൈൻമെൻറ്റ് ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷനും നമുക്ക് പ്രൊവൈഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ടാവും. ഇനി ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് കട്ട് ഓഫ് ഡേറ്റ്സ് സെറ്റ് ചെയ്യാണ്. ആദ്യം നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഇന്ന് മുതൽ സബ്മിഷൻ അലൗ ചെയ്യുന്നുണ്ട്, ദാറ്റ് ഈസ് അലൗ സബ്മിഷൻ ഫ്രം. രണ്ടാമത് ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ടിൽ വെൻ സബ്മിഷൻസ് വിൽ ബി പെർമിറ്റഡ്. തേർഡ് വൺ കട്ട് ഓഫ് ഡേറ്റ് എന്ന് പറയുന്നത് അത് ഓപ്ഷനാണ്. നമുക്ക് ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ടും നമ്മളൊരു 3 or 4 days എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഡേറ്റ് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയാണ് കട്ട് ഓഫ് ഡേറ്റ്. ലാസ്റ്റ് നമുക്ക് ചെയ്യാവുന്നതാണ് ഗ്രേഡിങ് ചെയ്യാൻ ഫാക്കൽറ്റീനെ റിമൈൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടി മൂഡിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റിമൈൻഡ് മീ ടു ഗ്രേഡ് ബൈ എന്ന് പറയുന്ന ഡേറ്റും കൂടി നമുക്കതിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നെക്സ്റ്റ് സബ്മിഷൻ ടൈപ്പാണ്. ഫയൽ സബ്മിഷൻസ് ആണ് നമ്മൾ നോർമലി പെർമിറ്റ് ചെയ്യുന്നത്. അതേമാതിരി തന്നെ ഒരു സ്റ്റുഡൻറ്റ് വൺ അപ്ലോഡ് അല്ലെങ്കിൽ ഒരു ഫയൽ അപ്ലോഡ് ചെയ്താൽ മതി. അതാണ് മാക്സിമം നമ്പർ ഓഫ് അപ്ലോഡഡ് ഫയൽസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ വാല്യൂ ചേഞ്ച് ചെയ്യുന്നത്. നെക്സ്റ്റ് മാക്സിമം സബ്മിഷൻ സൈസ് സെറ്റ് ചെയ്യാം. ഫയൽ സൈസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പോസിബിളാണ്. അടുത്തതാണ് ഫയൽ സബ്മിറ്റ് ചെയ്യുന്ന ഫയലിൻ്റെ ഫോർമാറ്റ്. ഓക്കെ, അതിന് നമുക്ക് ഫയൽ ഫോർമാറ്റ് ചൂസ് ചെയ്യാൻ പറ്റും. ഒത്തിരി ഫയൽ ഫോർമാറ്റ്സ് പ്രീഡിഫൈൻഡ് ആയിട്ട് തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമ്മുടെ റിക്വയർഡ് ഫയൽ ഫോർമാറ്റ് അനുസരിച്ച് ഫോർമാറ്റ് നമുക്ക് ചൂസ് ചെയ്യാൻ പോസിബിളാണ്. ഇപ്പോൾ ഓഡിയോ ഫയൽ അല്ലെങ്കിൽ വീഡിയോ ഫയൽ അതല്ലെങ്കിൽ HTML ഫയൽ എന്ത് ഫയൽ വേണമെങ്കിലും നമുക്ക് സബ്മിറ്റ് ചെയ്യാനുള്ളത് പെർമിറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ഡോക്യുമെൻറ്റ് ഫയലാണ് പെർമിറ്റ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് വേർഡ് ഡോക്ക്, DOC ഫോർമാറ്റും X ഫോർമാറ്റും PDF ഫോർമാറ്റുമാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ആ 3 ഞാൻ ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സേവ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റുഡൻസിന് ആ 3 ഫോർമാറ്റിലുള്ള ഫയൽസ് മാത്രമേ അപ്ലോഡ് ചെയ്യാൻ പെർമിറ്റ് ചെയ്യുള്ളൂ. ദ നെക്സ്റ്റ് തിങ് ഇസ് സബ്മിഷൻ സെറ്റിങ്സ്. സബ്മിഷൻ സെറ്റിങ്സിൽ നമുക്ക് മെയിനായിട്ട് നമ്മൾ നോക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് അറ്റംപ്റ്റ്സ് റീഓപ്പൺഡ് ആണ്. സർട്ടൺ കേസസിൽ നമുക്ക് അസൈൻമെൻറ്റ്സ് റീസബ്മിറ്റ് ചെയ്യാൻ പെർമിറ്റ് ചെയ്യേണ്ടി വരും. അവിടെയാണ് നമ്മൾ അറ്റംപ്റ്റ്സ് റീഓപ്പൺഡ് എന്ന് പറയുന്ന ടാബ് യൂസ് ചെയ്യാൻ പോകുന്നത്. ദ നെക്സ്റ്റ് വൺ ഇസ് ഗ്രൂപ്പ് സബ്മിഷൻസ്. പ്രോജക്റ്റ് ഒക്കെ വരുന്ന സമയത്ത് ഗ്രൂപ്പ് സബ്മിഷൻസ് നമുക്ക് പെർമിറ്റ് ചെയ്യാൻ പോസിബിളാണ്. അതും നമുക്കിവിടെ അസൈൻ ചെയ്യാൻ പറ്റും. സ്റ്റുഡൻറ്റ് സബ്മിറ്റ് ഇൻ ഗ്രൂപ്പ് യെസ് ഓർ നോ ഓപ്ഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ആൻഡ് ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് അസൈൻമെൻറ്റ് ഓഫ് ഗ്രേഡ്. ഇവിടെ ഗ്രേഡ് എങ്ങനെയാണ് നമ്മൾ അലോട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് സ്പെസിഫൈ ചെയ്യാം. ഇവിടെ ഗ്രേഡ് പോയിൻറ്റ്സ് ആണ്. മാക്സിമം ഗ്രേഡ് എത്രയാണ് അലോട്ട് ചെയ്യേണ്ടത്. ഞാനത് 10 ആയിട്ട് മിനിമൈസ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഓരോ അസൈൻമെൻറ്റും 10 മാർക്കായിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത്രയും ചേഞ്ചസ് ആണ് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ളത്. സേവ് ആൻഡ് റിട്ടേൺ അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ അസൈൻമെൻറ്റ് അലോട്ട് ചെയ്ത് കഴിയും. സ്റ്റുഡൻസിന് ഇത് വ്യൂ ചെയ്യാൻ പോസിബിൾ ആയിരിക്കും. താങ്ക് യു ഫോർ ലിസണിങ്.